ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ ഞങ്ങളെ പോലീസുകാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണോ അങ്ങ് ടൂറിന് പോയത്? അതോ പോയപ്പോ അച്ഛനും അമ്മയ്ക്കും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കി തന്നിട്ട് പോയതാണോ? എടാ, നിന്നെ തപ്പി പോലീസുകാർ ഇവിടെ കേറി നിരങ്ങുക. എന്നെ തിരക്കോ? അതെന്തിനാ? എന്തിയ നിന്റെ ഭാര്യ കളക്ടറമ്മ അവിടെ കൂടെ കറങ്ങി നടക്കുന്നത് പൊന്നോന്റെ സ്വർണം കയ്യിൽ വെച്ചോണ്ടാണോടാ? അതോ അതെല്ലാം കൂടി എടുത്ത് നീ അവളെ അങ്ങ് അണിയിച്ചോ? അമ്മ, എനിക്കൊന്നും മനസ്സിലാവില്ല. അമ്മ എന്തൊക്കെയാ പറയുന്നേ? ഏത് സ്വർണ്ണം, ആരുടെ സ്വർണ്ണം ആരെടുത്തു? എടാ, നീ എടുത്തെന്ന്. ഞാനോ? പിന്നെ അല്ലാതെ. കഴിഞ്ഞ ദിവസം രാത്രിയില് നിന്റെ ഓട്ടോയിൽ കയറിയ ഒരു അച്ഛന്റെയും മകളുടെയും സ്വർണം കാണാനില്ലെന്ന്. അത് നിന്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞ പോലീസ് ഇവിടെ കയറി ഇറങ്ങി ഞങ്ങളെ ശല്യം ചെയ്യുന്നത്. എടാ, നീ എങ്ങാനും ഓ സ്വർണം കൊണ്ടാണോ പോയേക്കുന്നത്? അമ്മ എന്ത് വർത്താനൊക്കെ പറയുന്നേ? ഞാനത് എടുക്കോ? അമ്മ എന്നെ അങ്ങനെയാണോ വളർത്തിയിരിക്കുന്നേ? ഓ, ഞാൻ വളർത്തിയതുപോലെ അല്ലല്ലോ നീ ഇപ്പൊ പോകുന്നത്. അച്ഛയ്ക്കും കൊച്ചിനും വേണ്ടി എത്ര കിട്ടിയാലും തികയാത്ത രീതിയിലാണല്ലോ നീ ഇപ്പൊ പോകുന്നത്. കാഴ്ചകൾ കൂടുതൽ കണ്ട് നടക്കല്ലേ, അപ്പൊ കാശിനെ ആവശ്യം കൂടുമായിരിക്കും. അമ്മ വെറുതെ. അമ്മ, ഞാൻ അവരെ സഹായിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ഞാൻ അവരെ സ്വർണ്ണം നിർത്തിട്ടില്ല. എന്തായാലും ഞാനവിടെ വരട്ടെ, എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താം. നീ ഇങ്ങോട്ട് കേറി പോയേക്കരുത്. എനിക്ക് കള്ളന്മാരും കൊള്ളക്കാരുമായിട്ടുള്ള മക്കള് വേണ്ട. അവരെനിക്കോട്ട് കാണുകയും വേണ്ട. എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല. വെക്കടാ ഫോണ്. അമ്മേ, അതെ അതെ, ഞാൻ സംസാരിക്കാം. നീ സംസാരിക്കണം. ഓ, അങ്ങ് സംസാരിക്കും. എടാ മോനെ, അച്ഛനടാ. എടാ എടാ, നിനക്ക് എന്താടാ പറ്റിയേ? നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛൻ, ഞങ്ങൾ നിന്നിരുന്ന സ്ഥലത്ത് റേഞ്ച് ഉണ്ടായിരുന്നില്ല, അതാ വിളിച്ചാ കിട്ടായിരുന്നേ. എടാ, അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ഇവിടെ കുട്ടികൾക്ക് രണ്ടുപേർക്കും ഒരു അപകടം പറ്റി. അയ്യോ, എന്തുടാ? എടാ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങും. എടാ, ടെൻഷൻ അടിക്കണ്ട. നീ വന്നിട്ട് വേണേ, നീ കാരണം ഉണ്ടായെന്ന് പറയുന്ന ഈ പ്രശ്നങ്ങളൊക്കെ ഒരു സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാനേ. ശരി, എത്രയും പെട്ടെന്ന് വരാം. എന്താ വിഷ്ണുട്ടാ? നമുക്ക് എത്രയും പെട്ടെന്ന് പോണം. അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ അമ്മയെ വിളിച്ചിരുന്നു. അവിടെ ഉണ്ടായിട്ടുണ്ട് ഒരു പ്രോബ്ലം. അല്ല, ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയിട്ട് എന്ത് ചെയ്യാനാ? സ്വർണ്ണം എവിടുന്ന് എടുത്തിട്ട് കൊടുക്കും? അതവന്റെ ഇത് പോയിന്ന് നിനക്കുള്ള ഉറപ്പുണ്ടോ? ഇതിപ്പോ ഉത്തരവാദി അവനാണല്ലോ. ഓ രാഘവേട്ടാ, എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ല കേട്ടാ. ഓ, ഒരു അച്ഛനും മോനും എന്ത് കൂടുതൽ പറയും? എടാ, എന്തുകൊണ്ടാ നമ്മൾ ചെയ്യുന്നേ? അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കുന്നേ. എന്തോ ഈ രണ്ട് പ്രശ്നങ്ങളും പരിഹരിക്കണമെങ്കിൽ നമ്മളവിടെ പോയേ പറ്റൂ. അതെ, എത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ആക്കി നമുക്ക് ഇവിടുന്ന് പോവാം.